നമ്മുടെ അന്ത്യനാളുകളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? വെറും 6 അടി മണ്ണ് മതി മനുഷ്യന് തലചായ്ക്കാൻ. എന്നാൽ മണ്ണിൻ്റെയും സ്വത്തിൻ്റെയും പേരിൽ പരസ്പരം തലതല്ലി കീറുന്ന ആളുകളെ കാണാറുണ്ടല്ലേ? പല വീടുകളിലെയും കലഹത്തിനും കൊലപാതകത്തിനും കാരണം പണവും സ്വത്തുമാണ്. ഇടുക്കി ഉടുമ്പന്നൂരിൽ മകൻ അച്ഛനെ കല്ലുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തിയത് സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെയാണ്. ഉടുമ്പന്നൂർ സ്വദേശി വേലപ്പനാണ് മരിച്ചത്. മകൻ രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചോരയിൽ കുളിച്ചു കിടന്ന അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും മകൻ തയ്യാറായില്ല. ഒടുവിൽ ചോര വാർന്ന് വേലായുധൻ മരിക്കുകയായിരുന്നു. ഉടുമ്പന്നൂർ അമേപ്രയ്ക്ക് സമീപം വേലപ്പന്റെ മറ്റൊരു മകൻ രാജീവ് വാടകയ്ക്കെടുത്ത വീട്ടിൽ ഉച്ചയോടെയാണ് സംഭവം. വീട്ടിൽ നിന്നും കരച്ചിൽ കേട്ട നാട്ടുകാരെത്തിയപ്പോൾ മുറ്റത്ത് രക്തമൊഴുകുന്ന നിലയിൽ വേലപ്പനെ കാണുകയായിരുന്നു. ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ മകൻ രാജേഷ് വാക്കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി നാട്ടുകാർക്കെതിരെ തിരിഞ്ഞു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ കരിമണ്ണൂർ പോലീസാണ് വേലപ്പനെ തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. മകൻ അപ്പനിട്ട് അടി കൊടുത്ത ഒരു സീരിയസ് എമർജൻസി കേസുമായിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഡോക്ടറെ റൂമിൽ കയറ്റി 10-15 മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇത് എമർജൻസി കേസാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോട്ടയത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞു. കോട്ടയത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞ് കൂടുതൽ വേറെ മറ്റാരും ഇല്ലാതെ ഇരുന്നുകൊണ്ട് ആ ഡോക്ടർ തന്നെ വിളിച്ച് 108 ആംബുലൻസ് വന്നു. 108 ആംബുലൻസ് വന്നിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം 1 മണിക്കൂറോളം ആവുക. എന്നിട്ട് അവർ ഇങ്ങനെ ഇത്രയും സീരിയസ് ആയ ഒരു രോഗീനെ മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിലിട്ട് വേറെ റെഫർ ചെയ്യാൻ ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ലെന്ന് അവർ പറയാം. ഡ്രൈവർ പറയാം, ആംബുലൻസിന് ഡ്രൈവറും അതിൽ സിസ്റ്ററും ഉണ്ട്. ഒരു ജീവനക്കാരി സർക്കാർ വെച്ചേക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട് ആ കൂട്ടത്തിൽ. അവരാണ്. അപ്പോൾ അവർ ഇപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞു. ഡോക്ടർ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ ആളുടെ ജീവൻ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി. ഈ വണ്ടിക്കാരുടെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 108ന്റെ ആ ഡ്രൈവർ ഫുൾ ഉത്തരവാദിയാണ്. വേലപ്പന് പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും സ്ഥിതി ഗുരുതരമായതിനാൽ എത്രയും വേഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ഇതിനായി 108 ആംബുലൻസ് വിളിച്ചു വരുത്തി. എന്നാൽ വേലപ്പനെ വാഹനത്തിൽ കയറ്റാൻ ആംബുലൻസ് ഡ്രൈവറും ഒപ്പമുണ്ടായിരുന്ന നേഴ്സും സമ്മതിച്ചില്ലെന്ന് ആരോപണമുണ്ട്. ഇതേ ചൊല്ലിയുള്ള തർക്കം 1.5 മണിക്കൂറോളം നീണ്ടു. ഇതിനിടെ വേലപ്പൻ രക്തം വാർന്നു മരിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് തൊടുപുഴ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വേലപ്പന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. ആംബുലൻസിൽ കയറ്റാൻ മടിച്ച സംഭവത്തിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ താമസിക്കുന്ന മകൻ രാജേഷുമായി വേലപ്പന് സ്വത്ത് സംബന്ധമായ തർക്കമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. രാജേഷിനെ കരിമണ്ണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 തൊടുപുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.